അങ്ങനെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഫുജേറയിലാണ് ഇന്നുള്ളത്. ഒരു ചെറിയ വ്ളോഗും പരിപാടികളൊക്കെ ആയിട്ട് വന്നേക്കുകയാണ്. ഒരു ട്രക്കിംഗ് ആണ് സംഭവം. ഫുജേറയിൽ ഏതാണ്ട് ഒരു സൾഫറിൻ്റെ ഒരു കണ്ടൻറ്റൊക്കെ കൂടുതലായിട്ടുള്ളൊരു വെള്ളം ഒഴുകുന്ന ഒരു ചെറിയ തോട് പോലെ, അത് ഈ മലേൻ്റെ മണ്ടയിൽ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ പോലെ നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം 8 കിലോമീറ്ററാണ് സ്ട്രെച്ച് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ടുള്ള കൊച്ചു വീഡിയോ ആണ്. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. ബാ. നടക്കുക ബാ. കുറച്ച് സ്കെയറി ആയിട്ടുള്ള റൂട്ടാണല്ലേ ബേബി? അപ്പം ബേബിയും കൂടെ പോകും. ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ വീഡിയോ എടുക്കും? അയ്യേ, അപ്പം കൂടെ ഉള്ള ബേബി തന്നെ പേടിക്കുന്നത്. ഹൈക്കിങ് നമ്മളിങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്കെയറി ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യും കാലമൊക്കെ ഓടിയാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. നോബൽ സാർ മുമ്പേ പോയിരിക്കുന്നു, എല്ലാവരും അവിടെ പോയി നിൽപ്പുണ്ട്. കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് നമുക്ക് അതിൻ്റെ വിഷ്വൽസൊക്കെ നോക്കാം. കുഞ്ഞു ബേബി ആദ്യമായിട്ടാണ് ഹൈക്കിങ്ങിനൊക്കെ പോകുന്നത്. ബേബി അറിയോ? ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഒരുപാട് നടക്കാനുണ്ട്, എടുക്കാൻ പറയില്ല കേട്ടോ അപ്പനോട്. ഓക്കെ. ആദ്യം തന്നെ പൂള് കണ്ടതിൻ്റെ ആകാംക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. കണ്ടോ, വെള്ളം കണ്ടപ്പോൾ തന്നെ പിള്ളേരെല്ലാം കൂടെ ചാടി വെള്ളത്തിൽ കളിയായി. കുറച്ച് അഡ്വഞ്ചറസ് ആണ്. അഡ്വഞ്ചറസ് ഇൻ ദ സെൻസ് കുറച്ച് റിസ്ക്കിയാണ്, സ്ലിപ്പറിയാണ്. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചൊക്കെ വേണം ഇവിടെ വരുന്നവർ വരികയൊക്കെ ചെയ്യാൻ. വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പെയിൻറ്റ് പോകും, 100% ഉറപ്പാണ്. മറ്റ് കേടുപാടുകൾ വരുന്നത് വീഴ്ചയുടെ ആഘാതത്തിനനുസരിച്ചിരിക്കും. എന്തായാലും കൊള്ളാം. കണ്ടില്ലേ, സൾഫറൊക്കെ ഒഴുകി മൊത്തത്തിലൊരു വൈറ്റ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഈ സംഭവങ്ങളൊക്കെ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് എന്താ ഒരു അവധി ദിവസം ട്രക്കിംഗ് ഒക്കെ അടിപൊളിയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്ത് മീനും ഉണ്ടേ. വള്ളത്തിയുണ്ട്. അങ്ങനെ 1ഉം 2ഉം പൂളുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് യാത്ര മെല്ലെ വീണ്ടും തുടരുവാണ്. നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു 2 കിലോമീറ്റർ യാത്ര അതിൻ്റെ 4 പോലും ആയിട്ടില്ല. നമുക്ക് മെല്ലെ മുമ്പോട്ടേക്ക് നീങ്ങാം. ഇവിടെയെങ്കിലും വന്നിട്ട് നീ ഒന്ന് കഴുകിയല്ലോ. എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ? ആടാ പള്ളത്തിൻ്റെ കൊണ്ടയിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. ഈ മലേൻ്റെ കൊണ്ടയിലൊക്കെ എങ്ങനെ മീൻ വന്നോ ആവോ. അത്ര എളുപ്പമല്ല കേട്ടോ കയറിപ്പോക്ക്.
നമ്മുടെ ടീം എപ്പോഴും സ്റ്റക്കാണ് കേട്ടോ. എല്ലാവരും വളരെ മെല്ലനെയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ കയ്യിൽ കുട്ടികൾ പിന്നെ ഒരുപാട് സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത്ര ഈസി അല്ല നടത്തവും കയറ്റമൊന്നും. പിന്നെ എപ്പോഴും നമ്മൾ പോരാൻ നേരത്ത് മാക്സിമം ലഗേജ് കുറച്ച് വരുന്നതായിരിക്കും ഇതിനൊക്കെ നല്ലത്. എങ്ങനെയാണ്, അഡ്വഞ്ചറസ് ആണോ? അഡ്വഞ്ചറസ് ആണോ എന്ന്? ആ അതെ, കൗതുകം കൂടിപ്പോയി. കേട്ട വാതി കേൾക്കാത്ത വാതി ചാടിക്കെട്ടി ഓടി ഇങ്ങ് പോന്നു. അതെ, കൗതുകം കൂടിപ്പോയതിൻ്റെ. നടന്നോ. ഇടയിൽ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എന്ത് തീർക്കാനാണ് നീ? ഏക്കടനോളെ നടക്ക്. ഓ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ മരുഭൂമിൻ്റെ അകത്തോടെ നടന്നു പെറുക്കി വന്നിട്ട് ഇത്രയും വെള്ളവും അതുപോലെ തന്നെ തോടൊക്കെ ഒഴുകി വരുന്നത് കാണുന്നത് നമുക്ക് രസം തന്നെയാണ്. വരുന്ന വഴിക്ക് മുഴുവനുണ്ടല്ലോ ഈ സംഭവം ഒരുപാട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അരളിയാണോ എന്ന് എനിക്കറിയത്തില്ല. അരളിയിലെ പൂക്കളൊന്നും കാണുന്നില്ല, പക്ഷേ ഇത് അരളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നാട്ടിൽ ഈ സാധനം മൊത്തത്തിൽ ഒഴിവാക്കിയേക്കാണ്. നല്ല പൂത്ത് വെക്കുന്ന സമയത്ത് നല്ല വിഷമുണ്ട്. അങ്ങനെ ഫുജേറയിൽ സൾഫർ കണ്ടൻറ്റ് ഒരുപാടുള്ള തോടും അതിനോട് സമീപത്തുള്ള പ്രദേശത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടുള്ള നമ്മുടെ ഒരു ചെറിയ ഒരു ട്രക്കിംഗ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ദൂരം മുകളിലേക്കൊന്നും കയറിയിട്ടില്ല. 8 കിലോമീറ്റർ സ്ട്രെച്ച് ഉള്ളതിൽ നമ്മൾ മാക്സിമം ഒരു 1.5 കിലോമീറ്റർ പോയിട്ടുള്ളൂ. അത്രയും തന്നെ ഉള്ളൂ ഈ വെള്ളവും മറ്റു കാര്യങ്ങളും. നിങ്ങളിപ്പോൾ ഈ വെള്ളത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം ആ ഒരു സൾഫർ കണ്ടൻറ്റിൻ്റെ ഒരു അംശം വന്ന് അടിഞ്ഞിട്ട് മൊത്തത്തിലൊരു ഒരു പൊടി അടങ്ങിയേക്കുന്ന ഒരു പാൽപ്പൊടി അടങ്ങിയേക്കുന്ന പോലുള്ളൊരു വെള്ളമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാഴ്ചകൾ. പിന്നെ ഇതിലേക്കൂടെ വരുന്നവരെല്ലാവരും ഫുൾ ഒരു ട്രക്കിങ്ങിനുള്ള ഒരു ഗിയേഴ്സുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാം സേഫ്റ്റി ആയിട്ടുള്ളത്. കൂടുതലായിട്ടും മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. മറ്റൊരു ദിവസം മറ്റൊരു കാഴ്ചയായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.